എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് കോട്ടയം ജില്ലാ ചാപ്റ്റർ, അതേപോലെ ജില്ലാ ചാപ്റ്റർ, തിരുവനന്തപുരം ജില്ലാ ചാപ്റ്റർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഐശ്വര്യ സമൃദ്ധമായ വിഷു ആദിശങ്കരയുടെ മെയിനാണ്. ഇന്ന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഈ എല്ലാവരും അവരവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ആവശ്യം വരുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്യുക. ശ്രീ രാജീവൻ നമ്പൂതിരി, കോട്ടയം ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്റർ. ഹലോ, നമസ്കാരം. കേൾക്കാമെന്ന് തോന്നുന്നു. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നേരുകയാണ്. രാവിലത്തെ വിഷു കണി ദർശനം, അതിനുശേഷമുള്ള സദ്യയും, അതിനിടയ്ക്ക് വിഷുക്കൈനീട്ടം മേടിക്കലും കൊടുക്കലും, അതെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ആ ഉച്ചക്കലത്തെ സദ്യയുടെ ബാക്കിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അതുല്യ ഭാരതം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പേര്, അതുല്യ ഭാരതം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക ആഘോഷങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക്, ലോകാന്തരങ്ങളിലുള്ള നമ്മുടെ ആദിശങ്കരയുടെ അംഗങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി, ഈ ഒരു പ്രോഗ്രാം തന്നെ നടത്തുന്നത്. നമ്മുടെ ആ സനാതന ധർമ്മങ്ങളെ പോഷിപ്പിക്കുന്നതിനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടരേണ്ടതിൻ്റെ ആവശ്യകതയെല്ലാം അംഗങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ഇന്ന് ഈ വിഷു ദിവസത്തിൽ വളരെ ഭംഗിയായിട്ട്, വളരെ നന്നായിട്ട് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കിയിരുന്നു. അപ്പൊ ഇതില് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ അതുല്യ ഭാരതം ആരംഭിക്കുന്നത് ഒരു മനോഹരമായ ഒരു സംഗീതത്തോടു കൂടി ആകട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് തയ്യാറായിട്ടുള്ളത് നമുക്ക് വൈഷ്ണവി ജിയാണ്. വൈഷ്ണവി ജി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു അധിക പ്രസംഗമാവുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം അവര് 7-ാം വയസ്സ് മുതൽ സംഗീതം അഭ്യസിച്ച്, അത് പ്രഗത്ഭരായ സംഗീത ആചാര്യന്മാരുടെ, മഹാരഥന്മാരുടെ ഒക്കെ കീഴിൽ സംഗീതം അഭ്യസിച്ച് തിരുവനന്തപുരത്താണ് ജനനം. ആലോചിക്കുക, അനന്തപത്മനാഭന്റെ മണ്ണിലാണ്. അവിടെ തന്നെ സംഗീതത്തിന് എന്തുമാത്രം ഒരു പ്രാധാന്യമുള്ള, സംഗീതത്തിന്റെ കുലപതികൾക്കൊക്കെ ജന്മം കൊടുത്ത മണ്ണാണ്. അപ്പൊ അവിടെ ആ മണ്ണിൽ പിറന്ന് ആ സംഗീതത്തിന്റെ ഗന്ധവും എല്ലാം, ആ ഒരു വാസനയും എല്ലാം ചെറുപ്പം മുതലേ കൊണ്ടു നടന്ന ആളാണ് ഈ വൈഷ്ണവി. 7-ാം വയസ്സ് മുതൽ അവിടെ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ കീഴിലൊക്കെ സംഗീതം പഠിച്ചു. അതിനുശേഷം ഇപ്പൊ ചെന്നൈയിലാണ് താമസം. ചെന്നൈയില് അവിടെ ഒരു കമ്പനി വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്തൊരു എഞ്ചിനീയറാണ്. അപ്പൊ പ്രൊഫഷൻ കൊണ്ട്, തൊഴിൽ കൊണ്ട് എഞ്ചിനീയറും, പക്ഷെ സംഗീതത്തില് അഗാധമായ അല്ലെങ്കിൽ അമിത വാസന കൊണ്ട് അതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. സജീവ് ചന്ദ്രമനയുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ കഴിഞ്ഞ വർഷം കാലത്ത് ഈ സജീവ് ചന്ദ്രമനയുടെ ഗംഭീരമായ ഒരു സംഗീത സദ്യ തന്നെ, ഒരു വിരുന്ന് തന്നെ, ഒരു അർച്ചന തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഗംഭീരനായ, അത്രയും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞന്റെ കീഴിൽ ഇപ്പോഴും 7-ാം വയസ്സിൽ തുടങ്ങിയ ആ സംഗീത സപര്യ തന്റെ പ്രൊഫഷന്റെ ഒപ്പം തന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നയാളാണ് ഈ വൈഷ്ണവി. അപ്പൊ 7-ാം വയസ്സ് മുതൽ അങ്ങനെ സംഗീതം അഭ്യസിച്ചു. ചെന്നൈയിൽ ഈ എറിക്സൺ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒപ്പം ഈ ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ M.Tech ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്സ് പിലാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയും നാൾ ഈ സംഗീതം അഭ്യസിച്ച് അന്ന് മുതൽ ആ കടന്നു വന്ന വഴികളിലെല്ലാം സംഗീതത്തില് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നേടിയിട്ടുള്ളയാളാണ്. ഇപ്പൊ അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് വോക്കൽ ഗ്രേഡ് ഡിഗ്രിയും കൂടെ ചെയ്തിട്ടുണ്ട്. സംസ്കൃത ഭാരതി പദ്ധതിയിൽ ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിൽ നിന്നും വിവേകാനന്ദ സംസ്കൃതാധ്യായ സരണിയിൽ ലെവൽ 3 കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ പല സ്ട്രീമുകളിലാണ് ഈ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മികവ്, അവരുടെ നൈപുണ്യം വളർത്തിയെടുത്തിരിക്കുന്നത്.
നമുക്ക് നമ്മുടെ ആത്മായനം പരിപാടിയിലും ഈ വൈഷ്ണവി ഒരു അംഗമാണ്. അപ്പൊ ഇത്രയും ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സംഗീത ശിക്ഷണമൊക്കെ കഴിഞ്ഞ് ഇത്രയും പ്രഗത്ഭയായ ഒരു സംഗീതജ്ഞയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആദിശങ്കര ഫൗണ്ടേഷനും ഇങ്ങനെയുള്ള ഈ പരിപാടികളിൽ വേദികളിലെല്ലാം വൈഷ്ണവിയുടെ സാന്നിധ്യവും സംഭാവനവും വളരെ അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണെന്ന് വിചാരിക്കുകയാണ്. വൈഷ്ണവി വിചാരിക്കുന്നുണ്ടെന്ന് അറിയില്ല, എന്നെ കുറിച്ച് തന്നെയാണോ ഈ പറയണതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇനിയൊരു സാഹസത്തിന് മുതിരുന്നുമില്ല. എന്തായാലും എല്ലാവരുടെയും ആ അനുഗ്രഹത്തോടുകൂടി വൈഷ്ണവി ജോയിൻ ചെയ്ത് കാണുമെന്ന് വിചാരിക്കണം. എല്ലാവരുടെയും അനുഗ്രഹവും അനുവാദത്തോടു കൂടി വൈഷ്ണവിയെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഈ സംഗീത അർച്ചനയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. 2 കീർത്തനങ്ങൾ പാടാമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഇപ്പോൾ സുസ്വാഗതം വൈഷ്ണവി. നമസ്കാരം. ഈ ഒരു സത്സംഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിന് ആദിശങ്കര ഭഗവത്പാദയുടെ പേരിലുള്ള ഫൗണ്ടേഷനിൽ പ്രത്യേകം പറയുന്നില്ല പേരുകൾ. എല്ലാവരോടും നന്ദിയുണ്ട്. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഗാനമാണ് ഇപ്പോ ആലപിക്കേണ്ടത് അല്ലേ? അല്ലെ ചോദിച്ചത്? കേട്ടില്ലായിരുന്നു. ഒരു പ്രയർ സോങ് ആണ് ആദ്യം. അത് തന്നെ, ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങണേ. നമുക്ക് ഭംഗിയായ തുടക്കമാണല്ലോ, അങ്ങനെ ആവാം. ഒരു ചെറിയൊരു ശ്ലോകം. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാദരാവദം സകം വിലാസി ലോക രക്ഷകം അനായകൈകനായകം വിനാശിതേ ഭീത്യകം നദാശുഭാശുനാശകം നമാമി തം വിനായകം നമാമി തം വിനായകം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞു. ഏത് കർമ്മത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും തുടക്കം നന്നായാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പകുതി ചെയ്തു കഴിഞ്ഞു എന്നുള്ള വളരെ വളരെ ഭംഗിയായിട്ട്, വളരെ നല്ലൊരു ഭാവത്തിൽ, നല്ലൊരു ഫീലോട് കൂടി ഇത് പാടാനായിട്ട് സാധിച്ചു. ഒരു കീർത്തനവും ഈ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കീർത്തനം കൂടെ ചൊല്ലണം. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് പ്രോഗ്രാമുകൾ കൂടെ ചെയ്യാം. അപ്പൊ വളരെ സന്തോഷം. തുടർന്നും സാന്നിധ്യവും ഇതുപോലുള്ള വിലയേറിയ മഹത്തായ സംഭാവനകൾ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന് വേണ്ടി ഉണ്ടാകണമെന്ന് വളരെ വിനയാന്വിതനായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. ലൈനിൽ തുടരണം. നമുക്ക് ഒരു കീർത്തനം കൂടെ ചൊല്ലണം. നമുക്കിനി ഈ അതുല്യ ഭാരതം പരിപാടിയിൽ ഇനി നമ്മൾ കോട്ടയം ചാപ്റ്ററിന്റെ ഒരു 2-3 പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സൂക്ത ജപമുണ്ട്. കോട്ടയം ജില്ലയില് കോട്ടയത്തിന്റെ മധ്യഭാഗത്ത്, കേന്ദ്രഭാഗത്ത്, ഹൃദയഭാഗത്ത് തന്നെ നാഗമ്പടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീ ശങ്കരപുരം ക്ഷേത്രമുണ്ട്. അത് തളവനാട്ടില്ലം വക ഒരു കുടുംബ ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ, ആ തിരുമുറ്റത്ത് ഒരുപാട് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണ്.
അവിടെ ഭാഗവത പഠനം, സംസ്കൃത പഠനം, നാരായണീയ പഠനം, ഇതിൻ്റെ എല്ലാം അതുപോലെ പൂജാ ക്ലാസ്സുകൾ, അങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഈ പൂജാ ക്ലാസ് ഒക്കെ അവിടെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ അതുല്യ ഭാരതം ഒരു പരിപാടി അവതരിപ്പിച്ചപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ആ സന്നിധി ഇരുന്നുകൊണ്ട് സൂക്തങ്ങൾ ജപിക്കാം, ഒരു പ്രഭാഷണം ഞങ്ങൾ നടത്താം. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും അവിടുത്തെ ഭക്തര് അവരുടെ ഒരു കൂട്ടായ്മ, അവര് ഒരു സംഗീതാർത്ഥന എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു അവസരമായിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ അത് ചെയ്തു. അപ്പൊ ഞങ്ങള് ഒരു ആയുസ് സൂക്തവും അതുപോലെ തന്നെ ശ്രീ സൂക്തം ഞങ്ങൾ ജപിക്കുന്നുണ്ട്. 5-6 പേരുണ്ട്. വാസുദേവൻ നമ്പൂതിരി, ഒരു ആദർശ്, വിജയകുമാർ നമ്പൂതിരി, അതുപോലെ രാജൻ നമ്പൂതിരി, ആകാശ്, ഒപ്പം ഈ ഉള്ളവനും ഉണ്ട് ആ കൂട്ടത്തിൽ. ഞാനും കോട്ടയം ചാപ്റ്ററിന്റെ ചുമതലയാണ്, ഞാനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ 6 പേരും കൂടി ഈ ആയുസ് സൂക്തവും ഇത് ജപിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു ഹ്രസ്വ ഒരു പ്രഭാഷണമുണ്ട്. ഈ പ്രഭാഷണത്തിന്റെ ഒരു കാതൽ, ഒരു തീം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ഈ ധർമ്മം, സനാതന ധർമ്മങ്ങളുടെ മൂല്യം എന്താണ്, അത് നിലനിർത്തേണ്ട ആവശ്യമാണ്. വരുന്ന തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അതിന് ഒരു പ്രസക്തി കൊടുത്തുകൊണ്ട്, അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ധർമ്മം ആചരിക്കണം. ഈ ആചാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഇത് നമ്മുടെ പണ്ട് മുതലേ ഉണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. സന്ധ്യാവന്തനം ചെയ്യുന്നത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളായിട്ട് കൊണ്ടുവന്നതല്ല. പക്ഷെ ഇതെല്ലാം തുടരണം, ഇതെല്ലാം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം ഇത് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഈ ഇങ്ങനെ ആചരിക്കുന്നതിലൂടെ ആണ് നമുക്ക് ധർമ്മം നിലനിർത്താൻ സാധിക്കുന്നതും ആ ധർമ്മത്തിനെ നമ്മളെ രക്ഷിക്കാനും കഴിയുള്ളൂ എന്നുള്ളതാണ്. വേറെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ യഥാവിധി നമുക്ക് പറ്റുന്ന പോലെ ആചരിച്ച് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വരും തലമുറകളിലേക്കെല്ലാം അത് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സന്ദേശം മാത്രം നമ്മുടെ ഈ ശ്രോതാക്കൾക്കും ഇതിൽപ്പെട്ട എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹ്രസ്വ പ്രഭാഷണമുണ്ട്. അതിനുശേഷം ഭജന എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെ അവിടെ ഭക്തജനങ്ങൾ വന്ന് ഭജനയുണ്ട്. ഒരു സംഗീത അർച്ചനയാണ്. നമ്മൾ വലിയൊരു പ്രൊഫഷണൽ ഇതായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അത് അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ, ശങ്കരപുരം ക്ഷേത്രത്തിൽ, ശിവന്റെ അമ്പലത്തിൽ, ആ തിരുസന്നിധിയില് ശ്രീശങ്കരന്റെ പാതാരബിന്ദങ്ങളിൽ അവതരിപ്പിക്കുന്ന, അവര് സമർപ്പിക്കുന്ന ഒരു വലിയ സംഗീത അർച്ചനയാണ്. അത് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ സംഗീതം കഴിയുമ്പോഴത്തേക്കും ദീപാരാധനയാണ്. ഇന്നും ദീപാരാധന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക്, ശ്രോതാക്കൾക്ക്, ഫൗണ്ടേഷന്റെ അംഗങ്ങൾക്ക് ഈ കീർത്തനാലാപത്തിലൂടെ ഈ കാര്യങ്ങളിലെല്ലാം കടന്നു വന്ന അവസാനം ദീപാരാധനയിലൂടെ ശ്രീശങ്കരനെ തൊഴുത് ആ പുണ്യം നേടിക്കൊണ്ട് പിരിഞ്ഞു പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാം നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടി അത് അവതരിപ്പിക്കാനായിട്ട്, അത് പ്രദർശിപ്പിക്കാനായിട്ട്, അതിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ജ്യോതിഷ് ചുമതലപ്പെടുത്തിയ ആളുണ്ട്. അവരോട് എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ നെറ്റിന്റെ കാര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരിധിയിലൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ശങ്കരപരത്തപ്പൻ ശ്രീശങ്കരനോട് അപേക്ഷിക്കുകയാണ്, ദയവേദി ഇതില് എന്താ പറയുക, തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ജസ്റ്റ് ആ വീഡിയോ പ്രദർശിപ്പിക്കാൻ വളരെ വിനയാന്വിതനായി അപേക്ഷിക്കുകയാണ്. ജ്യോതിഷ്.
ശതം ഹേമന്താൻ ശതഭുവസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി വിഷയം പുനർദു ആഹാരന്വാ പുനരാഗാ പുനർനവ സർവാംഗ സർവന്തേ ചക്ഷു സർവമായിഷ്ടദേവിദം. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമാദരണീയരായ ബന്ധുജനങ്ങളെ, കോട്ടയത്ത് നാഗമ്പടത്തിനടുത്തുള്ള തലവനാട്ടില്ലത്തെ കുടുംബക്ഷേത്രാങ്കണത്തിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. സംസ്കൃത ഭാഷാ പണ്ഡിതനും ശ്രീമദ് മഹാഭാഗവത, ഭഗവത്ഗീത, നാരായണീയാദി ഗ്രന്ഥങ്ങളിലൂടെ ഭാരത സംസ്കാര ദർശനവും സംസ്കൃതജ്ഞാനവും, ഭഗവത്ഗീത, നാരായണീയാദി ഗ്രന്ഥങ്ങളിലൂടെ ഭാരത സംസ്കാര ദർശനവും സംസ്കൃതജ്ഞാനവും അനേകർക്ക് പകർന്നു നൽകുന്ന ബ്രഹ്മശ്രീ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി അവർകളുടെയും കോട്ടയത്തെ കുമാരനെല്ലൂർ ക്ഷേത്രം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലെ താന്ത്രിക സ്ഥാനമുള്ള കടിയക്കോൽ കുടുംബ പരമ്പരയുടെ ശിഷ്യനുമായ ഇളയിടത്തില്ലത്ത് ബ്രഹ്മശ്രീ ശൈലേഷ് നമ്പൂതിരി അവർകളാണ് ഞങ്ങൾക്കിവിടെ പൂജ സംസ്കാരാദി കർമ്മങ്ങളുടെ അറിവുകൾ പകർന്നു നൽകുന്നത്. ഇന്ന് അദ്ദേഹത്തിന് അസൗകര്യമുള്ളതിനാലും രാജീവ് ചേട്ടന്റെ നിർദ്ദേശാനുസരണം ശൈലേഷ് ചേട്ടന്റെ അനുവാദത്തോടും കൂടിയുമാണ് ഇവിടെ രണ്ട് വാക്കുകൾ പറയുന്നത്. ഭാരതീയ സംസ്കാരം വലുതായ വെല്ലുവിളി നേടുന്ന ഈ അവസരത്തിൽ ധാരാളം ഉപനിഷത്ത് വാക്യങ്ങൾ, സുഭാഷിതങ്ങൾ, സൂക്തങ്ങൾ ഒക്കെ ആർജിതമായിട്ടുള്ള നമ്മുടെ ഈ സംസ്കൃത സംസ്കാര പരമ്പരയിൽ ഏതെങ്കിലും ഒരു സൂക്തം, സുഭാഷിതം നമ്മളുടെ കുട്ടികളെയും നമ്മൾ തന്നെയും സ്വയമേവ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പകർന്ന് നൽകി നാം ഒരു ജീവിതചര്യ ശീലിക്കേണ്ടതാണ്. ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷതഃ. ഇവിടെ ഹന്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷണികമായ ഹിംസ അങ്ങനെയല്ല. ധർമ്മ ഏവോ ഹതോ ഹന്തി, ധർമ്മത്തിനെ പാലനം ചെയ്യാത്ത, ധർമാചാരങ്ങളെ സംരക്ഷിക്കാത്ത ഒരു സമൂഹത്തിനെ ആ ധർമാചരണങ്ങളുടെ അഭാവം നശിപ്പിക്കുന്നു, കാലക്രമേണ ഉന്മൂലനം ചെയ്യുന്നു.
ധർമ്മോ രക്ഷതി രക്ഷത. ഈ ധർമ്മത്തിനെ പരിപാലിക്കുന്ന, ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കുന്ന ആ രക്ഷിതാവിനെ, രക്ഷിതാക്കളെ, ആ സമൂഹത്തെ ഈ ധർമ്മം തന്നെ സ്വയമേവ നിലനിർത്തും. ഈ വർത്തമാന പത്രങ്ങളിലൊക്കെയുള്ള ദിവസേനയുള്ള ആപ്തവാക്യങ്ങൾ, കോട്ടുകൾ ഒക്കെ കാണും, വായിക്കാം. നമുക്ക് മനസ്സിലാകുന്നത് ഭാരതീയമായ ധാരാളം ദർശനങ്ങൾ ഉള്ളപ്പോൾ പാശ്ചാത്യ ചിന്തകരുടെയും പാശ്ചാത്യ സംസ്കാരത്തിനെയും നമ്മളിലേക്ക് പകർന്നു നൽകുന്നത് വഴി മഹത്തായ നമ്മളുടെ ഈ സനാതനധർമ്മ പാരമ്പര്യത്തിനെ നാം ഉപേക്ഷിക്കുകയാണ്. ധാരാളം ആചാര്യന്മാരുടെ, ഋഷിമാരുടെ ദർശനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഏത് കാലസ്ഥിതിയിലും കൃതയുഗ, ത്രേതായുഗ, ദ്വാപരയുഗ, കലിയുഗാവസ്ഥകളെ വളരെ സുവ്യക്തമായി വിഭാവനം ചെയ്തിട്ടുള്ള നമ്മളുടെ ഋഷിമാരുടെ ആപ്തവാക്യങ്ങളെ, സൂചനകളെ ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തിൽ ശീലമാക്കുക, നമ്മളുടെ തലമുറകളിലേക്ക് പകർന്നു നൽകുക. വളരെ ലളിതമായ ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ വിശ്വോത്തമമായ ഭാരതീയ സംസ്കാര പാരമ്പര്യം, അത് ഏത് മതവിശ്വാസിയാണെങ്കിലും ഇത് പുലർത്താവുന്നതാണ്. നമ്മളുടെ ഒരു സൂക്തങ്ങളിലോ ഒരു പ്രാർത്ഥനകളിലോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ജാതിക്കോ മതത്തിനോ സമൂഹത്തിനോ വേണ്ടി പ്രാർത്ഥനകളില്ല, അപേക്ഷകളില്ല. പ്രകൃതിയും ചരാചരങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ സന്തുലിതമായ ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രകൃതി ചൈതന്യങ്ങളോടുള്ള അഭ്യർത്ഥനകളും പ്രാർത്ഥനകളുമാണ് നമ്മുടെ എല്ലാ വേദ ശാസ്ത്ര സ്മൃതികളിലും ഉള്ളത്. മനുസ്മൃതിയിലെ വിവിധ വാക്യങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മളുടെ സംസ്കാര ചൈതന്യ സത്തയാർന്ന ജീവിതത്തിന്റെ നിലവാരത്തിന്, ജീവിതത്തിന്റെ നിലപാടുകളെ തകർക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈ പ്രവണതയുള്ള കാലത്ത് ഈ സുഭാഷിതങ്ങളുടെ, ഈ ആപ്തവാക്യങ്ങളുടെ പൂർവാർത്ഥം മനസ്സിലാക്കുവാനുള്ള ഒരു പ്രയത്നം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാക്കി പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, കഴിയുന്നത്ര പ്രചരിപ്പിക്കുക. നന്ദി, നമസ്കാരം.
महादेव शिव शंभो 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 महाकोटि सुंदर प्रभो महादेव शिव शंभो महाकोटि सुंदर प्रभो महादेव शिव शंभो कोटि जनपालका कोटि जनपालका कोटि जनपालका कोटि जनपालका साधु संजना पावन कोटि जनपालना साधु संजना पावन महादेव शिव शंभो महाकोटि सुंदर प्रभो महादेव शिव शंभो सर्वेश्वर करुणाकरमूर्ते सर्वेश्वर करुणाकरमूर्ते सर्वेश्वर करुणाकरमूर्ते कामदान प्रिय वेदमूर्ते सर्वेश्वर करुणाकरमूर्ते कामदान प्रिय वेदमूर्ते परमेश्वर गंगाधरतीर्थे परमेश्वर गंगाधरतीर्थे पतित पावन पशुपति पतित पावन पशुपति पतित पावन पशुपति महादेव शिव शंभो महाकोटि सुंदर प्रभो महादेव शिव शंभो गजकुंडासा सर्वं नरकुंडासा गुणे गजे खेयासा शादनमे कुंडिका गजकुंडासा सर्वं नरकुंडासा गुणे गजे खेयासा शादनमे कुंडिका समाधि वल्लुम सचिन्मया संसाराधिका
ഹലോ, ഹലോ, കേൾക്കാലോ അല്ലേ? കേൾക്കാം. ആ, അപ്പൊ ഞാൻ ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഞങ്ങളുടെ ഒരു അർച്ചനയാണ്. ഭഗവത്പാദങ്ങളിലുള്ള ഒരു അർച്ചനയായിട്ട് കണ്ടാൽ മതി. നമ്മള് ശങ്കരഭരത്തപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തുടങ്ങി അവസാനം ദീപാരാധന തൊഴുത് ശ്രീ ശങ്കരഭരത്തപ്പന്റെ സാക്ഷാൽ ശ്രീശങ്കരന്റെ ശ്രീപരമേശ്വരന്റെ ദീപാരാധനയും കണ്ട് അതിനിടയ്ക്ക് ആചാര്യസ്വാമികളെയും കണ്ട് ആ ഒരു ദർശന പുണ്യത്തോടുകൂടി ആണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായി. ഇതിലൊരു മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിന്റെ ഒരു വീഡിയോയും ഇതിന്റെ എഡിറ്റിങ്ങും വളരെ സൂക്ഷ്മതയോടെ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഇത് ലൈവായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ലാഗ് വന്നു എന്നുള്ളത്. അതിപ്പോ നമുക്ക് നമ്മുടെ ഒരു പരിധിക്കും പുറത്താണ്. അത് നമുക്ക് തലവനാട്ടില്ലാത്ത തന്നെ ഗോവിന്ദ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൊച്ച അനുജനാണ് ഇത് ചെയ്തേക്കുന്നത്. അദ്ദേഹം ഗോവിന്ദ് ഒരുപാട് സമയമെടുത്ത് ക്ഷമയോടുകൂടി ഇതെല്ലാം സ്വയം പഠിച്ചതാണ്. ഒരു ആളുടെയും കീഴിൽ പഠിച്ചല്ല. അങ്ങനെ ആ പഠിച്ച വിദ്യ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സമയമെടുത്ത് രാത്രിയിലൊക്കെ ഉറക്കം ഒളിച്ചിരുന്നൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് വാട്സാപ്പ് ചെയ്ത് തന്ന സമയത്തല്ല ഇത് വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കിട്ടി. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഗോവിന്ദിനും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇനി നമ്മളെ സ്വദേശം കഴിഞ്ഞ് നമ്മളൊന്ന് പതുക്കെ ഒന്ന് വിദേശത്തേക്ക് കടക്കുവാണ്. നമ്മുടെ ഒമാൻ ചാപ്റ്ററിൽ നിന്ന് പ്രകാശ് ചെന്നിത്തല, ആലപ്പുഴ ജില്ലയിലുള്ള ചെന്നിത്തലയിലുള്ള ആളാണ് പ്രകാശ്. പ്രകാശ് ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു നാമ ജപം നടത്തുവാണ്. അപ്പൊ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ആദിശങ്കര ഫൗണ്ടേഷന്റെ ഈ ഒരു ഓൺലൈൻ വേദിയിലേക്ക് വിനയപുരസ്സരം പ്രകാശിനെ ക്ഷണിക്കുകയാണ് കവിതാലാപനത്തിന് അല്ലെങ്കിൽ കീർത്തനാലാപനത്തിന് നാമജപത്തിനായിട്ട്. പ്രകാശ് പ്ലീസ്. പ്രകാശ്, സുസ്വാഗതം. ഞങ്ങള് കാത്തിരിക്കുകയാണ്. ഞങ്ങള് അക്ഷമയോടെ കാത്തിരിക്കുകയാണ്, ക്ഷമയോടെ. ജയശങ്കര ഉണ്ട്. ജയശങ്കര രാജേവേട്ട അദ്ദേഹം ജോലിയുടെ കൂടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ആക്റ്റീവ് ആവും. പുള്ളി കടയിൽ തന്നെയാണ് ഇത്. ഓക്കെ, ഞങ്ങള് കാത്തിരിക്കാം. അദ്ദേഹം എത്തിയിട്ടുണ്ട്. കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല പ്രകാശ് ചേട്ടാ. പ്രകാശ് ചേട്ടാ കേൾക്കുന്നില്ല. ഹലോ ഹലോ ഹലോ. ഇപ്പോൾ കേൾക്കാം. കേൾക്കാം. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഒരു സ്ഥാപനത്തിലാണ്. എൻ്റെ പേര് പ്രകാശ് ചെന്നിത്തല. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒമാനിലെ സലാലയിൽ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നു. അപ്പൊ സ്ഥാപനത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ അസൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ ആ തുടങ്ങിയപ്പോൾ ഒരു ആള് വന്നു സംസാരിച്ചുകൊണ്ടായിരിക്കും, ഒരു ക്ഷമിക്കുക. അപ്പൊ നമ്മുടെ കാര്യപരിപാടിയിൽ കടന്നതിന് വളരെ സന്തോഷം. ഇതിലൊരു ആയതില് ഭഗവാനോട് നന്ദി വരുന്നു. എല്ലാവർക്കും ആദ്യമായി വൈകിയ വേളയിലാണെങ്കിലും വിഷുവിന്റെ പുണ്യം നേരുന്നു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞാൻ ഒരു കീർത്തനം ചൊല്ലാം എന്നാണ് വിചാരിക്കുന്നത്. കൊന്നപ്പൂക്കളിൽ നിന്റെ കിളിവരും പുഷ്പങ്ങളിൽ നിന്മന്ദസ്മിതകാന്തി പുഷ്പങ്ങളിൽ നിന്നെ ശോഭകളിൽ ഇന്ദ്രനീലമിഴിയിൽ കട്ടാട പൊൻവെയിലും കണ്ണാവേറെന്തു പുണ്യം നിൻമിഴികൾക്കെന്നും ഭവദർശനം കണ്ണനെ കളി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണനെ കളി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിർമ്മല കണ്ണടച്ചുറങ്ങേണം കണ്ണനെ കളി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിർമ്മല കണ്ണടച്ചുറങ്ങേണം കണ്ണടച്ചുറങ്ങുമ്പോൾ കണ്ണനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ കണ്ണടച്ചുറങ്ങുമ്പോൾ കണ്ണനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്താക്കോലുകൊണ്ടൻ കരളിന്റെ കലവ തുറക്കുന്നുണ്ടോ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്താക്കോലുകൊണ്ടൻ കരളിന്റെ കലവ തുറക്കുന്നുണ്ടോ കണ്ണന് കളി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിർമ്മല കണ്ണടച്ചുറങ്ങേണം കണ്ണാടി ചെപ്പെടുത്തു കൈവിരൽ തുമ്പു നീട്ടി സിന്ദൂരം അണിയുന്നുണ്ടോ കണ്ണാടി ചെപ്പെടുത്തു കൈവിരൽ തുമ്പു നീട്ടി സിന്ദൂരം അണിയുന്നുണ്ടോ കൽക്കണ്ടം ചേർത്തു വെച്ച കാച്ചിയ പാലെടുത്ത് ഇരുചെവി അറിയാതെ കുടിക്കുന്നുണ്ടോ കൽക്കണ്ടം ചേർത്തു വെച്ച കാച്ചിയ പാലെടുത്തു ഇരുചെവി അറിയാതെ കുടിക്കുന്നുണ്ടോ കണ്ണന് കളി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിർമ്മല കണ്ണടച്ചുറങ്ങേണം കണ്ണാ 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 നാരായണത്തിൽ നിന്ന് ഒരു 4 വരി കൂടി ആലപിക്കുകയാണ്.
योगीन्द्राणां त्वदङ्गे त्वदिक सुमधुरम् मुक्तिभाजामि वसो भक्तानां कामोत्सुतरति सलक्ष्यं नाददे पादमूलम् नित्यं चित्तस्थितं मे पवनपुरपदे कृष्णा कारुण्य सिंधु कृष्णा कारुण्य सिंधु निशेषदापान तु परमानंद संतोष लक्ष्मी प्रतिजु परमानंद संतोष लक्ष्मी अज्ञात्वा ते महत्त्वं यदिक निगदितं विशुना तच्छुमेत स्तोत्रं शैवत्सहस्रोत्तरं अधिकतरं संप्रसादाय भूय वेदा नारायणीयं श्रुतिसुजनुषस्तुत्यता वन्दनेन इदं लीलावतारे निधनिध कुरुदा आयुरारोग्य सौख्यम् आयुरारोग्य सौख्यम् ഇന്നത്തെ ഈ സന്ധ്യാവേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിന് മൊത്തം സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം. നമുക്ക് ജയ്ശങ്കര. പ്രകാശ് ജി വളരെ 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 ഗംഭീരായിരുന്നു കേട്ടോ. ആദ്യമാ ചൊല്ലിയത് കണ്ണാവേറൊരു പുണ്യം എന്ത് മിഴികൾക്കെന്നും ഭവ ദർശനം. അത് ദർശിച്ചാൽ തന്നെ പുണ്യമായി. ഇത് കേട്ടപ്പോൾ തന്നെ വളരെ ഭംഗിയായി. പിന്നെ നാരായണീയത്തിലെ ആ മധ്യമാവതിയിലുള്ള ആ ഒരു യോഗീന്ദ്രാണാം തദംഗേഷ വളരെ ഗംഭീരമായി. പ്രകാശ് ജി ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നേരത്തെ വരണമായിരുന്നു എന്നുള്ളതാണ്. അല്ലല്ല, നേരത്തെ വന്നിട്ടുണ്ട്. അയ്യോ സോറി. എന്തായാലും ഇനി കൂടെ നമ്മുടെ എല്ലാ പരിപാടിയിലും ഉണ്ടാകണം. എന്തായാലും നമുക്ക് ആ കണ്ണനെ കണി കാണിച്ചു തന്നതിന് വളരെയധികം സന്തോഷം. ജോലി സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ആ തുടക്കത്തിൽ ശബ്ദത്തിന്റെ, പക്ഷെ പിന്നെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാനും സാധിച്ചു. വളരെ ഭാഗ്യം. ഞങ്ങളൊക്കെ വളരെ ഭാഗ്യവാന്മാരായി. വളരെ സന്തോഷം. തുടർന്നും നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. ഇതുപോലുള്ള കീർത്തനങ്ങളൊക്കെ ആലപിച്ച് എല്ലാവരെയും സന്തോഷിക്കുക. എല്ലാവർക്കും ആ പുണ്യം കിട്ടട്ടെ, പുണ്യം കിട്ടാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമുക്ക് ഇനി ഹലോ എല്ലാവർക്കും എന്റെ വലിയൊരു നമസ്കാരം. വളരെ സന്തോഷം താങ്കളുടെ നല്ല വാക്കുകൾക്ക്. തീർച്ചയായിട്ടും എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. എന്റെ സമയലഭ്യതക്കുറവുകൊണ്ടാണ്, അത് അഭിലാഷിന് അറിയാം. വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈഷ്ണവി ആദ്യം ഒരു കീർത്തനം ചൊല്ലിയിരുന്നു. വീണ്ടും ഒരു കീർത്തനം ചൊല്ലി വളരെ ഈ വേദി അല്ലെങ്കിൽ ഈ ഒരു മുഹൂർത്തത്തെ കൂടുതൽ ധന്യമാക്കാനായിട്ട് വളരെ വിനയാന്വിതനായിട്ട് വൈഷ്ണവി ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. വൈഷ്ണവി പ്ലീസ്.
कृष्णा नी बेगने बारो कृष्णा नी बेगने बारो 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 कृष्णा नी बेगने बारो 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 कृष्णा नी बेगने बारो 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 कृष्णा नी बेगने बारो बेगने बारो बेगने बारो मुखवन्नु तोरो बेगने बारो मुखवन्नु तोरो बेगने बारो मुखवन्नु तोरो बेगने बारो बेगने बारो मुखवन्नु तोरो कृष्णा नी बेगने बारो बारो कृष्णा नी बेगने बारो काशी पीतांबर कैयल्ली कोललो काशी पीतांबर कैयल्ली कोललो पूषिद श्री गन्धमयोल गाम पूषिद श्री गन्धमयोल गाम पूषिद श्री गन्धमयोल गाम कृष्णा नी बेगने बारो ताಯಿಗೆ ಬಾಯಲ್ಲಿ ಜಗವನ್ನು ತೋರಿತ ತಾಯಿಗೆ ಬಾಯಲ್ಲಿ ಜಗವನ್ನು ತೋರಿತ ಜಗದೋದ್ಧಾರಕ ನಮ್ಮ ಉಡುಪಿ ಶ್ರೀ ಕೃಷ್ಣ ಜಗದೋದ್ಧಾರಕ ನಮ್ಮ ಉಡುಪಿ ಶ್ರೀ ಕೃಷ್ಣ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ
गने बारो बारो ഒരു മീര ഭജൻ കൂടി സമയം അനുവദിക്കുകയാണെങ്കിൽ. ആകട്ടെ, ആയിക്കോട്ടെ, അതും കൂടെ കേൾക്കാം നിങ്ങൾ. कृष्ण कहो कृष्ण कहो भज मन प्रभु तुम कृष्ण कहो कृष्ण कहो भज मन प्रभु तुम 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 कृष्ण कहो जागी कीरत जागी कीरत भेद बकानत जागी कीरत भेद बकानत जागी कीरत भेद बकानत साखी वेद पुराण प्रभु तुम कृष्ण कहो जागी कीरत भेद बकानत साखी वेद पुराण प्रभु तुम कृष्ण कहो भज मन प्रभु तुम कृष्ण कहो मोर मकुट पीतांबर शोभित मोर मकुट पीतांबर शोभित कुंडल जलकट कण प्रभु तुम मोर मकुट पीतांबर शोभित कुंडल जलकट कण प्रभु तुम मीरा के प्रभु मीरा के प्रभु गिरिधर नागर मीरा के प्रभु गिरिधर नागर मीरा के प्रभु गिरिधर नागर दे दर्शन दो दान प्रभु तुम कृष्ण कहो मीरा के प्रभु गिरिधर नागर दे दर्शन दो दान प्रभु तुम कृष्ण कहो भज मन प्रभु तुम कृष्ण कहो भज मन प्रभु तुम कृष्ण कहो ओ വളരെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മള് ആ
നല്ല വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമുക്ക് മനസ്സിലായി ആ സംഗീതത്തിലുള്ള ജ്ഞാനം എന്തുമാത്രമാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കി ആസ്വദിക്കാനായിട്ട് സാധിച്ചു. തുടർന്നും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. തുടർന്നും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പങ്കെടുക്കണം. ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വളരെ ധന്യമാക്കണമെന്ന് എല്ലാ ഫൗണ്ടേഷനിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. സഹകരിച്ചതിന് നല്ല നിസ്സീമമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ മഹാഭാഗ്യം ഇങ്ങനെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഓക്കെ, നമുക്ക് തുടർന്ന് ഈ ഒരു വേദിയില് ശ്രീമതി രാജലക്ഷ്മി അമ്മാൾ പാട്ടത്തിൽ, എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലാണ്, പക്ഷെ ഇപ്പൊ ഒമാനിൽ ചാപ്റ്ററിൽ ആയിട്ട് പ്രവർത്തിക്കുന്നു. അവരൊരു കവിത ആലാപനമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് രാജലക്ഷ്മി അമ്മാൾ തന്നെ എഴുതിയതാണ്, സ്വയം രചിച്ച ഒരു കവിത. ഇതിലെനിക്ക് തോന്നുന്നു വിഷ്ണുവും കൃഷ്ണനും ശിവനും എല്ലാവരും കടന്നു വരുമായിരിക്കുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ വീണ്ടും അതൊന്ന് ആസ്വദിക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടെ ഇരിക്കുകയാണ്. രാജലക്ഷ്മി അമ്മാളെ വളരെ സ്നേഹത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. രാജലക്ഷ്മി അമ്മാൾ, സുസ്വാഗതം. ആന്റിക ഗാന ആരെ ജൽദിയാ ജൽദിയാ ജൽദി. ജയശങ്കര, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ അഭിലാഷ്, അവനാണ് എന്നെ ഈ ഒരു സംഘടനയിലേക്കാണ് ക്ഷണിച്ചത്. പിന്നെ എൻ്റെ സമയപരിമിതിയൊക്കെ അവന് നല്ലപോലെ അറിയാം. എങ്കിലും കഴിവതും എൻ്റെ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഞാൻ ഈ ഒരു സംരംഭത്തിൽ തുറന്നു പോകാൻ ശ്രമിക്കാം. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു ഗുരുപരമ്പര സ്മരണം ചൊല്ലിയിട്ട് എൻ്റെ കവിതയിലേക്ക് ഞാൻ എത്താം. ഗുരുപരമ്പര സ്മരണം ചൊല്ലുകയാണ്. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്ര പരാശരായ വ്യാസം ശുഭം ഗൂഢപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമഥസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാര മന്യാനസ്മരൻ ഗുരു സന്തതമാനതോസ്മി. ഇനി ഞാൻ തന്നെ രചിച്ച ഒരു കവിതയാ. അത് ഞാൻ ഇന്നത്തെ വിഷുവിന്റെ കാണിക്കയായിട്ട് വിഷുക്കണി എന്ന പേര് സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ ഗാനാലാപനമൊന്നും വളരെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ ചൊല്ലാം. കണ്ണേനും രാമേനും ഗോപാലരും മണ്ണപ്പം ചുട്ടു കഴിച്ചൊരു നാൾ മറ്റാരും കാണാതെ മണ്ണിൽ നിന്നൽപ്പം വിരൽ നനച്ചു തൊട്ടു നാവിൽ വെച്ചു. കണ്ണൻ വിരൽ നനച്ചു തൊട്ടു നാവിൽ വെച്ചോ. കണ്ണേനും രാമേനും ഗോപാലരും മണ്ണപ്പൻ ചുട്ടു കളിച്ചൊരു നാൾ മറ്റാരും കാണാതെ മണ്ണിൽ നിന്നൽപ്പം വിരൽ നനച്ചു തൊട്ടു നാവിൽ വെച്ചു. കണ്ണൻ വിരൽ നനച്ചു തൊട്ടു നാവിൽ വെച്ചു. അമ്മയെ ശോധയ്ക്കരികെ ചെന്നൊരു കൂട്ട് കണ്ണൻ പൂജിച്ചല്ലോ പൂഴിപ്പോൾ. സത്യം പറയണം എന്നു യശോദയും മണ്ണൊട്ടും പൂജിച്ചില്ല കണ്ണനെന്നും. മണ്ണൊട്ടും പൂജിച്ചില്ല കണ്ണനെന്നും. സത്യം പറയില്ല എങ്കിലും നീ നിന്നെ കോലുകൊണ്ടമ്മ തെന്നിപ്പിക്കും. കോപത്താലമ്മ തല്ലിപതിയനെ വേദനിച്ചു മണ്ണിലുരുണ്ടു കണ്ണൻ. വേദനിച്ചു മണ്ണിലുരുണ്ടു കണ്ണൻ.
ദേശത്താൽ സ്വർണ്ണ ചിലമ്പിലൊരു മണി ദൂരത്തെറിഞ്ഞല്ലോ കണ്ണനപ്പോൾ. മണി ചെന്നു വീണ സ്ഥലത്തു മുളച്ചല്ലോ നീലിമ പോലുന്ന കൊന്നമരം. നീലിമ പോലുന്ന കൊന്നമരം. തങ്ക നിറമുള്ള പൂക്കളാൽ മേടത്തിൽ കൊന്ന പൂക്കണി കണ്ടുണരാൻ അന്നു തൊട്ടി നാട്ടിലെല്ലാ വിഷുവിനും കൊന്ന പൂക്കണിയായി വെച്ചിടുന്നു. കൊന്ന പൂക്കണിയായി വെച്ചിടുന്നു. കോട്ടൂരിയിലൊരുക്കും വിഷുക്കണി കാണുവാൻ കണ്ണന്റെ മുൻപിലെത്തും. കണ്ണന്റെ വിഗ്രഹത്തിനൊപ്പമൊരുക്കുന്നു ഗണപതിക്കിഷ്ടമാം ചക്കപ്പഴം. ഗണപതിക്കിഷ്ടമാം ചക്കപ്പഴം. കാർത്തികേയ ഹൃദ്യമാം മാമ്പഴവും പിന്നെ കണ്ണന്റെ പ്രിയമാം കദളിപ്പഴം. കൺമഷിക്കൂട്ടും കുങ്കുമച്ചപ്പും ഒപ്പത്തിനൊപ്പമാം നാണയവും. ഒപ്പത്തിനൊപ്പമാം നാണയവും. വിഷുവിൻ വിശേഷങ്ങൾ ചൊല്ലുവാൻ പിന്നെയും ഐതിഹ്യമാചാര്യമേറെയുണ്ട്. പുത്തൻ വിഷു പുലരി വീണ്ടും കണി കാണാൻ പുണ്യമീ പൂവിൽ ജനിച്ചിടേണം നമ്മൾ. പുണ്യമീ പൂവിൽ ജനിച്ചിടേണം. ഒന്നുകൂടെ എല്ലാവർക്കും വിഷുവാശംസ നേരുകയാണ്. പിന്നെ എൻ്റെ ഈ ഗാനരചനയ്ക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. ഈ ഗാനരചനയ്ക്ക് നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു യോഗ്യത ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നന്നായിട്ട് ചെയ്തു. നമുക്ക് നല്ലൊരു വിഷുക്കണി കണ്ട പോലെയും. പിന്നെ രാജലക്ഷ്മി ചേച്ചി, സംഗീതം ഒന്നും ഒരു വിഷയമല്ല, നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ്. നമ്മൾ ചൊല്ലുക, എഴുതുക, ചൊല്ലുക. വളരെ ഹൃദ്യമായിരുന്നു. വിഷുക്കണിയും ദർശനവും സദ്യയും ചക്കപ്പഴവും മാമ്പഴവും എല്ലാം ഇതിലേക്ക് കടന്നു വന്നു. അവർ ആ മണ്ണപ്പം ചുട്ടു കളിക്കുന്നതൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. വളരെ ഗംഭീരമായിരുന്നു. വളരെ സിമ്പിൾ രചന, വളരെ നന്നായിട്ട് ചൊല്ലി. സംഗീതത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം വൈകി എങ്കിലും ഇപ്പോഴെങ്കിലും നമ്മുടെ ഒപ്പം യോജിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അഭിലാഷിന്റെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഞങ്ങൾ ഇവിടെ ഉള്ളത്. പറ്റുന്ന അവസരങ്ങളിലൊക്കെ ചേരുക, ഇതുപോലെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. നന്ദി. നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഒന്നുകൂടി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് നിർത്തുകയാണ്. നമുക്ക് ഇനി സജിന രാജേഷ് നല്ലൊരു സംഗീതം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സജിന രാജേഷിനെ ഈ വേദിയിലേക്ക്, ഈ ഓൺലൈൻ വേദിയിലേക്ക് വളരെ വിനയാന്യതനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സജിന രാജേഷ്, പ്ലീസ്. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാധവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ ശ്രീധര കേശവ രാധാരമണ ശ്രീധര കേശവ രാധാരമണ. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. അംബുജലോചന
कम्बुशुभाग्रीवाबिम्बाधरा सर्वबिम्बानना अम्बुजलोचना कम्बुशुभाग्रीवाबिम्बाधरा सर्वबिम्बानना चाम्बेयनाचाग्रे रत्नसुमौक्तिक चाम्बेयनाचाग्रे रत्नसुमौक्तिक शारदचन्द्रजनितमदना शारदचन्द्रजनितमदना माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण यादव कृष्ण यदुकुल कृष्ण. ഓ, സജിന രാജേഷ്, എന്താ പറയണ്ടേന്ന് അറിയണില്ല. ഇതിങ്ങനെ കേട്ട് ലയിച്ചെങ്കിൽ ഞാൻ ഇത് ഓൺ ചെയ്യാൻ പോലും ഒന്നും ഇത്തിരി താമസിച്ചോ സംശയം. എന്റെ ഓഡിയോയും വീഡിയോയും വളരെ ഗംഭീരമായി, വളരെ ഗംഭീരമായി, വളരെ ഭംഗിയായി. തുടർന്നും പല അവസരങ്ങളിലും ഞങ്ങളുടെ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം, പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി വീണ്ടും നമ്മളെ ഒന്ന് എന്താ ഒരു ഭക്തി രസത്തിൽ ആറാടിക്കാനായിട്ട് വീണ്ടും സപ്ന നായരെ വളരെ വിനയത്തോടെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക്. പ്ലീസ്. വെൽക്കം. നമ്മള് ഭഗവാൻ വൃന്ദാവനത്തില് ഗോപികമാരെ കുറച്ചു സമയം ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കുറച്ചു സമയം ഒന്ന് മാറി നിന്നപ്പോഴും ഗോപികമാര് ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാവം, ഭക്തിയുടെ ഏറ്റവും പരമോന്നതമായ ആ ഭാവം നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രചിച്ച ഒരു ഏഹി മുരാരെ എന്ന ഒരു ശ്ലോകാണ് ഞാൻ പാടുന്നത്. ഏഹി മുരാരേ ഏഹി മുരാരേ ഏഹി മുരാരേ കുഞ്ച बिहारी एहि प्रणत जन बंधो हे माधव मथु मथन वरेण्य केशव करुणा सिंधो एहि मुरारे कुंज बिहारी एहि प्रणत जन बंधो त्वामिह याचे दर्शन दानम त्वामिह याचे दर्शन दानम हे मधुसूदन श्याम हे मुरारे कुंज बिहारी एहि प्रणत जन बंधो हे माधव मथु मथन वरेण्य केशव करुणा सिंधो नवनी ब्रजधर श्यामल सुंदर नवनी ब्रजधर श्यामल सुंदर चंद्र कुसुम रुचि वेशा
गोपीजन हृदयेशा गोवर्धन धर वृंदावन चर गोवर्धन धर वृंदावन चर वंशीधर परमेशा येहि मुरारे कुंज बिहारी एहि प्रणत जन बंधो हे माधव मधुमथन वरेण्य केशव करुणा सिंधो राधारंजन कंस निषूदन राधारंजन कंस निषूदन प्रणतस्तावक चरणे निखिल निराश्रय शरणे एहि जनार्दन पीतांबरधर एहि जनार्दन पीतांबरधर कुञ्जीमन्थर पावने एहि मुरारे कुंज बिहारी एहि प्रणत जन बंधो हे माधव मधुमथन वरेण्य केशव करुणा सिंधु त्वामिह याचे दर्शन दानम त्वामिह याचे दर्शन दानम हे मधुसूदन श्याम एहि मुरारे एहि मुरारे कुंज बिहारी एहि प्रणत जन बंधो താങ്ക് യു. വളരെ ഗംഭീരമായിരുന്നു കേട്ടോ ഇന്നത്തെ. എനിക്കോട് ഇന്നത്തെ അദ്വൈത ഭാരതം ഈ പരിപാടി ഉണ്ടല്ലോ, ആദ്യ അവസാനം വളരെ ഗംഭീരമായിരുന്നു. നല്ലൊരു സദ്യ കൊണ്ട് പറയാം, ഭഗവത് ദർശനവും പുണ്യവും എല്ലാം കിട്ടി. അവസാനം ഒരു പാൽപ്പായസവും. അപ്പൊ വളരെ ഹൃദ്യമായി നല്ലൊരു വിരുന്നായിരുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവർക്കും ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിലുള്ള ഒരു കൃതജ്ഞത, നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ പറഞ്ഞ എല്ലാവരും ഇതിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 10:30 അടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് നാളെ പ്രഭാതം, നാളെ എഴുന്നേൽക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മുഹൂർത്തം, ഈ ഒരു സംഭവം, ഈ ഒരു ആഘോഷം, ഈ ഒരു അദ്വൈത ഭാരതം ഇത് ഉപസംഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിന്റെ ഫൗണ്ടർ മെമ്പർ ജ്യോതിഷ് കൃഷ്ണയിലേക്ക് മൈക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്, ഇതൊന്ന് ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ജ്യോതിഷ് കൃഷ്ണ പ്ലീസ്. വളരെ സന്തോഷം, വളരെ സന്തോഷം രാജീവേട്ട. കാരണം ശരിയാണ് അങ്ങ് പറഞ്ഞതുപോലെ തുടക്കം മുതൽ ഇന്നെനിക്ക് തോന്നുന്നു വിഷു തുടങ്ങിയ സമയം മുതൽ തന്നെ വളരെ ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ പോയി വിഷ്ണു സഹസ്രനാമം ജപിക്കുവാനും അതിനുശേഷം വൈഫിന് സുഖമില്ല മീൻസ് കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയത് കാരണം സങ്കോചിച്ചിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഉച്ചക്കലത്തെ പരിപാടി എന്നൊക്കെ. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു സദ്യ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ പാലട പ്രഥമൻ,
അതിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ കഴിക്കുവാൻ വേണ്ടി 2 അതിഥികളും എത്തി. അപ്പൊ അത് കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിലെ പൂജയും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വന്ന ഈ അതുല്യഭാരത്തിൽ വന്നിരുന്നു. വളരെ മനോഹരം. എനിക്ക് തോന്നുന്നു ഇത് പറയാൻ വാക്കുകളില്ല. ഇന്നത്തെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അവസാനം വരെ വളരെ മനോഹരമായി തന്നെ ഇന്ന് അതുല്യഭാരതം ഒരു വളരെ നല്ല സ്റ്റാൻഡേർഡിലേക്ക് അത് മാറുന്നുണ്ടെന്ന്. പിന്നെ അങ്ങയുടെ അവതരണം തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. രാജീവേട്ട അങ്ങ് തന്നെ തുടർന്നു കൊണ്ടുപോവുക ഈ പരിപാടി. കാരണം വളരെ നല്ല രീതിയിൽ അങ്ങേക്ക് അത് അവരവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരിക, അതിനുള്ള ഒരു വേദിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാം. തീർച്ചയായിട്ടും ഞാൻ സദാസമയം സർവത്ര സർവത്ര ഞാൻ ഉണ്ടാകും, ആവുന്ന പോലെയൊക്കെ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ പല 1-2 പേർക്ക് നമുക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ഉഷയപ്പോൾ വന്നിട്ടുണ്ട്. ഉഷയപ്പോളിന്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. 1-2 പേരുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഉഷയപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും ഓൺ ചെയ്യാതെ മൈക്കും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഉഷയപ്പോൾ 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ശ്രീമതി ഉഷാന്തർജനം ആലപ്പുഴ ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്റർ ആണ്. കേൾക്കുന്നില്ലെന്ന് തോന്നുന്നല്ലോ. ഉഷയപ്പോൾ ഇല്ലേ ഇവിടെ? ഓക്കെ, നമുക്ക് ഉപസംഹരിക്കാം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടോ അങ്ങോട്ടോ മാറിയതായിരിക്കാം. അപ്പൊ ഞാനും നമ്മുടെ ആദിശങ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂരേട്ടനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുവാനും 2 വാക്ക് പറയുവാനായി ശ്രീ സുരേഷ് പാഴൂർ. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയില് എല്ലാവർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമായ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സായം സന്ധ്യ അതുല്യ ഭാരതം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ രീതിയിലാണ് കോട്ടയം ചാപ്റ്റർ ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ പുണ്യവും ധന്യവുമായ നിമിഷങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് അവതരിപ്പിച്ച ശ്രീ രാജീവൻ നമ്പൂതിരി ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടു കൂടി പറയട്ടെ. അദ്ദേഹം എൻ്റെ അമ്മാവൻ തന്നെയാണ്. അമ്മാവനോട് ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടക്കം മുതല് വളരെ ഒഴുക്കോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ പരിപാടികളിൽ നെറ്റിന്റെ ആണെങ്കിലും യാതൊരുവിധ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്കൊരു പുണ്യദിനത്തിന്റെ ഒരു അനുഗ്രഹ സദസ് ഒരുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ തുടക്കത്തിൽ തന്നെ ശ്രീ ശങ്കരപുരം ക്ഷേത്രാങ്കണത്തില് അവതരിപ്പിച്ച ഭാഗ്യസൂക്തം, അതുപോലെ ആയുസൂക്തം, ഭജന, തീർച്ചയായിട്ടും അതുപോലെ പ്രഭാഷണം എല്ലാം നമ്മളെ ധന്യരാക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈഷ്ണവിജി അവതരിപ്പിച്ച പ്രാർത്ഥനയും പിന്നീട് ഭജനയും, അതുപോലെ തന്നെ നമ്മുടെ സജിത രമേശ്, സ്വപ്ന നായർ, പ്രകാശ് ചെന്നിത്തല, ഇവരൊക്കെ അവരുടെ കഴിവുകൾ അങ്ങേയറ്റം വളരെ ഭംഗിയായി തന്നെയാണ് നമുക്ക് ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെ രാജലക്ഷ്മി അമ്മ ചേച്ചിക്ക് പ്രത്യേക നമസ്കാരം. കാരണം സ്വന്തം കവിത തന്നെയാണ് നമുക്ക് വേണ്ടി വിഷുക്കണിയായി ഒരുക്കി തന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇവരെയൊക്കെ ഇനിയും നമ്മുടെ ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് എന്നും സ്വാഗതം ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഈ ധന്യ നിമിഷത്തിൽ നന്ദിയും നമസ്കാരവും പറയുന്നു. മാത്രമല്ല, ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം കൂടിയ എല്ലാ അംഗങ്ങൾക്കും വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയും ഇനിയൊരു നല്ല വർഷം ഉണ്ടാവട്ടെ എന്ന്, നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്ന്, സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ശങ്കര ശ്ലോകത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ പര്യവസാനിപ്പിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.